ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A സെക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് ഒരു 1050 പേര് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു 6 ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുള്ളൂ. ഞാൻ ഓർത്ത് എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ ഉത്തരങ്ങൾ തപ്പിപ്പിടിച്ചെടുത്ത് ക്വസ്റ്റ്യൻസ് തപ്പിപ്പിടിച്ചെടുത്ത് ഞാൻ എത്രണ്ണം സെലക്ട് ചെയ്ത് ഞാൻ എന്തൊക്കെ പറയും എന്നൊക്കെ ഓർത്താണ് ഞാൻ ആ സംഭവം ഇട്ടത്. പക്ഷേ എൻ്റെ സകല പ്രതീക്ഷകളെയും തല്ലി തകർത്തുകൊണ്ട് എനിക്കാകെ വന്നത് ഒരു 6 ക്വസ്റ്റ്യൻസാണ്. ആ 6 ക്വസ്റ്റ്യൻസ് ഞാനൊരു 60 ക്വസ്റ്റ്യൻസിനോളം വാല്യൂ കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഇട്ടിരുന്നത് Q&A ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ, എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് എന്താണ് പറയാനുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാവേൻ്റെ പേരെന്താണ്, അതുപോലെ വാവ രാത്രി ഉറക്കമുണ്ടോ, പിന്നെ വേറെ എന്തായിരുന്നു, എന്ന് ഓക്കെ ആണോ, അതിൽ 2 പേരെന്നോട് ചോദിച്ചു ഞാൻ ഓക്കെ ആണോ, എനിക്ക് മൈൻഡ് കൊണ്ടൊക്കെ ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുണീക്വിൻ നിഷ എന്നുള്ള പേര് എങ്ങനെയാണ് ഇട്ടത്, ആരാണ് ഇട്ടത്, അച്ഛനും അമ്മയാണോ ഇട്ടത്, ആ നെയിം ഇടാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിനാണ് ഇന്ന് ഞാൻ ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാവേൻ്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. കുഞ്ഞിൻ്റെ പേര് അദ്വിക് എന്നാണ്. അതായത് മൂത്ത ആളുടെ പേര് നമ്മുടെ ആദീൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് അദ്വൈത് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അക്കുവാവേൻ്റെ നെയിം അദ്വിക്. അപ്പോൾ അദ്വിക് അങ്ങനെ ചേരുന്ന പേര് നോക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതാണ് കുഞ്ഞിൻ്റെ നെയിം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ വാവ ഉറക്കമുണ്ടോയെന്ന്. അങ്ങനെ ഒരു വഴക്കും ഇല്ലാത്തൊരു കുഞ്ഞാണ് കേട്ടോ. ഇച്ചിരി വിശന്ന് എന്തെങ്കിലും നമ്മളൊരു 5 മിനിറ്റ് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഈ ചെറുതായിട്ടൊന്ന് കരയാൻ തുടങ്ങും. അല്ലാതെ രാത്രി ഉറക്കം ഉളച്ചുള്ള കരച്ചിലോ വഴക്കോ ബഹളമോ ഒന്നും ദൈവം സഹായിച്ച് ഇത്രയും കാലമായിട്ടില്ല. ഒരു 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. വിളച്ചിലൊക്കെ തുടങ്ങാറാവുന്നതേ ഉള്ളൂ. അപ്പം അത്രയും കാര്യങ്ങളേ ഉള്ളൂ, വഴക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചോദിച്ചത് ഞാൻ ഓക്കെ ആണോ എന്നാണ് ചോദിച്ചത്. ഈ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും ഓക്കെ അല്ല. ഓക്കെ അല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, ചില സമയത്ത് ഞാൻ ഭയങ്കര ഓക്കെയാണ്. ഞാൻ ഭയങ്കര അടിപൊളിയായിട്ടുള്ള അമ്മയാണ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള വൈഫാണ്, മകളാണ്, ഒക്കെയാണ്. പക്ഷെ ചില സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, എനിക്ക് എന്നെ കയ്യെ കിട്ടാത്തൊരവസ്ഥ വരെ വരും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം സെപ്റ്റംബർ 1 മുതൽ നമ്മൾ ഹോസ്പിറ്റലിലാണ്. ഇപ്പം ഞാൻ ഹോസ്പിറ്റൽ കേസ് എല്ലാം ഒന്ന് ഒഴിവായി ഞാൻ ഫ്രീ ആയിട്ട് ഏകദേശം ഒരു 1 വീക്കേ ആവുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അഡ്മിറ്റ് ആവുന്നു, മരുന്ന് കഴിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. എനിക്ക് ഈ ഒരു പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് നിറഞ്ഞൊരു പ്രഗ്നൻസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, അങ്ങനെ മരുന്ന്, അതിൻ്റെയൊക്കെ രീതി കാര്യങ്ങളൊക്കെ ആലോചിച്ചുള്ള ഓരോ ടെൻഷൻ, അതല്ലാണ്ട് നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിലുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒട്ടും ഓക്കെ അല്ലാതിരുന്നു. പക്ഷെ ഇപ്പം ചില സമയത്ത് ഒക്കെ ഇത് അങ്ങനെ അങ്ങ് വരും. അല്ലാത്തപ്പോൾ ഒക്കെ ഓക്കെ ആയി വരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാം എങ്ങനെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ഒരു 2-3 ദിവസം നമ്മളൊന്ന് ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റിലേ പോകുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കരച്ചിൽ, കുഞ്ഞിന് പാൽ കൊടുക്കാൻ എണീക്കുന്ന ആ ഒരു ടൈം, അല്ലാതെ വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഇതായി പോകും. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഒട്ടും ഓക്കെ അല്ലാതായി പോകുന്നത്. ഇപ്പം മൂത്തൊരു കുഞ്ഞുണ്ട്, അവന് 4 വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പം അറിയാമല്ലോ, ഒരു കുസൃതി കുടുക്കയാണ് അവൻ. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാം കൂടെ ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. ഇപ്പം അല്ലാത്ത പക്ഷം സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിലും ഞാൻ ഓക്കെ ആവാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ വേറെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഈ നെയിം ഇടാൻ കാരണം
എൻ്റെ ഈ യുണീക്ക് നിഷ എന്ന് പറഞ്ഞിട്ടുള്ള നെയിം എന്തുകൊണ്ടാണ് ഞാൻ ഇട്ടതെന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അത് നെയിം അതിൻ്റെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു വീഡിയോ ക്രിയേഷൻ എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റ്സ് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത്, എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുണീക്കായിട്ടുള്ള ക്യാരക്ടറാണ് അതെല്ലാം കൊണ്ടും. അപ്പോൾ ഞാൻ അങ്ങനെ യുണീക്ക് ക്വീൻ, നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പോൾ എൻ്റെ രാജകുമാരി ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എൻ്റെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇതിലൊക്കെ അങ്ങനെ ഇട്ട പേരാണ്. പിന്നെ നിഷ, അതെൻ്റെ ഒറിജിനൽ നെയിം, യുണീക്ക് ക്വീൻ നിഷ. അങ്ങനെയാണ് ആ ഒരു പേരിട്ടത്. അല്ലാതെ അച്ഛനോ അമ്മയോ ആരും ഇട്ട പേരല്ല. അച്ഛനും അമ്മയും ഇട്ട പേര് നിഷ എന്ന് മാത്രമാണ്. നിഷ മോൾ എന്നാണ് അച്ഛനും അമ്മയും ഇട്ട പേര്. അപ്പോൾ പിന്നെ വേറെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞിൻ്റെ പേര് പറഞ്ഞു, കുഞ്ഞിൻ്റെ വഴക്കിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ എൻ്റെ പേരിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഓക്കെ ആണോ എന്ന് ഉള്ള ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞാൻ പറയാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഓക്കെ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ കുറച്ച് ആൻസർ പറഞ്ഞില്ലേ, അതാണ് എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ കാര്യം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെപ്പറ്റി ഞാനും ആദ്യമായിട്ട് അമ്മയാവുകയാണ്, എൻ്റെ ഹസ്ബൻഡും ആദ്യമായിട്ട് അച്ഛനാവുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു അമ്മ അനുഭവിക്കുന്ന അതേ ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ അതേപോലെ തന്നെ അച്ഛനും അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കുറേ കാലം. അതായത് ആദ്യക്ക് ഏകദേശം ഒരു 3 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ആണുങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അങ്ങനെ പറയാമോ, ആണുങ്ങളുടെ ഡിപ്രഷനെ പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ എനിക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഇതിനെപ്പറ്റിയൊക്കെ കുറേയൊക്കെ ധാരണ വന്നതും. എൻ്റെ ഈ ഒരു സെക്കൻഡ് പ്രഗ്നൻസിയിലായിക്കോട്ടെ അത് കഴിഞ്ഞ് ഡെലിവറിക്ക് ശേഷമാണെങ്കിലും എൻ്റെ ഓരോ മൂഡ് സ്വിങ്സ്, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ കരച്ചിൽ, എൻ്റെ വിഷമങ്ങൾ ഒക്കെ ഏകദേശം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒരു പ്രഗ്നൻസിയിലും ഈ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് കേട്ടോ. ആദ്യത്തെ ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരുന്ന് കരയുമ്പോഴത്തേക്കും ചുമ്മാ എന്താ പറയുന്നത്, നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്, എന്തിനാ ഇങ്ങനെ എപ്പോഴും വിഷമിച്ചിരിക്കുന്നത്, വീട്ടിലോട്ട് വരാൻ തന്നെ തോന്നുന്നില്ല, നീ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്തിനാ കരയുന്നത്, അങ്ങനെയൊക്കെ കുറേ എന്താ പറയുന്നത്, നമ്മുടെ ഫീലിങ്സ് നമുക്കോട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും അറിയില്ല, അവർക്കോട്ട് മനസ്സിലാക്കി എടുക്കാനും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു പ്രഗ്നൻസിയിലും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഇതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു വിഷമങ്ങളുണ്ടെങ്കിൽ നമ്മളത് അവരോട് തുറന്ന് സംസാരിക്കുക. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത് ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത്, ഞാനിങ്ങനെ ചെയ്ത് കരയുമ്പോഴും വിഷമിക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തി, നിങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പോലും ഞങ്ങൾ മക്കളെ നല്ല രീതിക്ക് വളർത്തി, ഞങ്ങൾക്ക് ഇതിങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല, കുഞ്ഞിനെ കൊല്ലാനോ ഇല്ലെങ്കിൽ കുഞ്ഞിനെ വിഷമിപ്പിക്കാനോ ഇല്ലെങ്കിൽ അടിക്കാനോ ഒന്നിനും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം എന്താണ് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മയോട് ഞാൻ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റി അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ പപ്പയോട് സംസാരിച്ചിട്ടുണ്ട്, ഹസ്ബൻഡിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഇതിനെ പറ്റിയിട്ടുള്ള ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള കുറേയൊക്കെ ധാരണകളുണ്ട്. എന്നാലും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ തകർന്നു പോകുന്ന സിറ്റുവേഷനിൽ നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ നമുക്കും ചുറ്റിലുള്ളവർക്ക് പോലും പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. എന്നാലും കുറേയൊക്കെ ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന ടൈമിൽ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ആ ഒരു സിറ്റുവേഷനാണെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുക. കാരണം നമ്മൾ ആ തല്ലുന്ന ഒരു സെക്കൻഡ് ഇല്ലെങ്കിൽ ആ തല്ലുന്ന ഒരു 2-3 സെക്കൻഡ് നമ്മൾ തല്ലിക്കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓർക്കും
നമ്മൾ എന്തിനാ കുഞ്ഞിനെ തല്ലിയ, അല്ലെങ്കിൽ കുഞ്ഞിനെ എന്തിനാ നമ്മൾ വിഷമിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഇത് കരയുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല, നമ്മളെ ആരും ഇങ്ങനെ ആക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും ഒരു കുഞ്ഞു സന്തോഷം കണ്ടെത്തുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം അങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോൾ വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. കാരണം ഇത് ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഞാൻ അത്രത്തോളം അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം രണ്ടാമത്തേൽ എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോഴോ അല്ലെങ്കിൽ വിഷമം വരുമ്പോഴോ ഞാൻ എൻ്റെ മൈൻഡ് ഈ ഒരു വഴിക്ക് പോകുന്നതിനെ തിരിച്ച് വളച്ച് ഈ ഒരു വഴിക്കോട്ടായിട്ട് ഞാൻ മാറ്റി വിടാറുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് എന്തെങ്കിലും തരത്തിൽ നമ്മുടെ മൈൻഡൊന്ന് മാറ്റാനോ ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡൊന്ന് കൂളാക്കി വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യുക. അപ്പം നമുക്കറിയാം, നമുക്ക് വെറുതെ ദേഷ്യം വരുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് നമുക്കറിയില്ല, എന്തിനാണ് കരയുന്നതെന്ന് നമുക്കറിയില്ല. ആ ഒരു ടൈമിൽ നമ്മൾ വേറെ ഇങ്ങോട്ടേലും നമ്മുടെ മൈൻഡ് മാറ്റാൻ മാക്സിമം ശ്രമിക്കുക. എത്രത്തോളം നടക്കുമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ കാരണം ഇതാണ്. അപ്പോൾ എൻ്റെ Q&A വളരെ നല്ല രീതിക്ക് വിജയിപ്പിച്ച് തന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇനി വരുന്ന Q&Aയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോഴല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടുന്നത്. നിങ്ങളിങ്ങനെ ചോദിക്കുക, എനിക്ക് നിങ്ങളോടൊക്കെ വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പറയുന്നതിലൊരു കാര്യമില്ലെങ്കിലും ചുമ്മാ ഇരുന്നിങ്ങനെ വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കണം, എന്തെങ്കിലുമൊക്കെ ചോദിക്കണം. കഴിച്ചോ, ചോറുണ്ടോ, വീട്ടിലെന്നാ ഉണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കണം. ഞാൻ എന്തുവാണോ ഈ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞെൻ്റെ തൊട്ടടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവനോടൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയാറാവുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ അല്ലാണ്ട് ഒറ്റയ്ക്കിരുന്ന് എന്തോന്ന് പറയാൻ. അപ്പോൾ നിങ്ങളല്ലേ എന്നോട് വർത്തമാനം പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നോട് വർത്തമാനം പറയണം. ഓക്കെ, അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേറ്റ് പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവുന്ന, എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും എത്തിയതും ഇനി അങ്ങോട്ട് എത്താൻ പോകുന്നതും. ഇത് ഈ ഒരു സൈഡും ഒരു പ്ലേ ബട്ടൺ വരാനായിട്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സംസാരിക്കാൻ കുറേ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദിക്കണം കേട്ടോ ഇനി Q&A ഇടുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യണം. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.